ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ കേരളത്തിലേക്കെത്തും. കേരളത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതി ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താൻ സാധ്യതകളേറെയാണ്. പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വരുന്ന വഴി പ്രധാനമന്ത്രി കിഴക്കേക്കോട്ടയിൽ റോഡ് ഷോ നടത്തും. 12:40 പ്രധാനമന്ത്രി മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. അതിവേഗ റെയിൽപാതയുടെ DPR തയ്യാറാക്കാൻ ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷനെ റെയിൽവേ മന്ത്രാലയം ചുമതലപ്പെടുത്തിയിരുന്നു. DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരന്റെ നേതൃത്വത്തിലായിരിക്കും അതിവേഗ റെയിൽവേ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. 9 മാസത്തിനകം DPR കൈമാറാനാണ് E. ശ്രീധരൻ ശ്രമിക്കുന്നത്. പൊന്നാനിയിൽ DMRCയുടെ ഓഫീസ് തുറക്കും. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 430 കിലോമീറ്റർ ദൂരത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗമാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി തള്ളിയാണ് അതിവേഗ റെയിലുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയ BJP 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. എന്തായാലും അധികാരമേറ്റ് 27-ാം ദിവസം തന്നെ അത് സംഭവിക്കുകയാണ്.